ഹലോ വെൽക്കം മൈ ചാനൽ. ഒരു വില്ലേജ് ബിരിയാണി റെസിപ്പിയാണ്. നല്ല ലേറ്റായിപ്പോയി, സോറി ഗൈസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി വീഡിയോ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഇത് ഗരം മസാല ആക്കാൻ വെച്ച സ്പൈസസൊക്കെ ഉമ്മ ചൂടാക്കി എടുത്ത് വെച്ചതാണ്. അതെല്ലാം നമ്മളൊന്ന് ഇത് മിക്സി ജാറിലിട്ട് നന്നോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ റെസിപ്പി വേണ്ടുന്ന ഒരു കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇത് വേറെ റെസിപ്പി ഇടുന്നതായിരിക്കും. അതിന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് എനിക്ക് സിസ്റ്ററിനും ഭയങ്കര ഡാർക്കായിട്ട് എരിവുള്ള സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമല്ല. ഭയങ്കര ലൈറ്റായിട്ടായിരുന്നു നമ്മൾ മുളക് പൊടി ഇട്ടത്. ബിരിയാണി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ വേറെ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറെ പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നമ്മൾ. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്തു, കുറച്ച് മിനിറ്റ് മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ചു വെച്ചു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും തേങ്ങ പിന്നെ പച്ചമുളകായിരുന്നു, അത് അരച്ചിട്ടുള്ളതാണ്. അത് മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട, ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതാണ്. എന്നിട്ട് അതെടുത്തതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നോളം മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ഉമ്മ ഇത് റൈസ് ഇതാക്കുന്നുണ്ട്. നമ്മൾ കൈമ ഗോൾഡാണ് യൂസ് ചെയ്യൽ. റൈസ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കാൻ ആ റൈസാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ അടച്ച് വെച്ചിട്ടുള്ള സംഭവമില്ലേ, അത് നമ്മൾ പിന്നെ തുറന്ന് കുറച്ചും കൂടി ഇളക്കിയിട്ട് പിന്നെയും അടച്ച് വെച്ചിട്ട് പിന്നെയും തുറന്നപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഗരം മസാല ഇല്ലേ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. കണ്ട, നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഉമ്മ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് മസാല ചിക്കന് നല്ലോണം എല്ലാ ചിക്കനും പിടിച്ചിരുന്ന പോലെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് അത് നമ്മൾക്ക് ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലെമൺ ഓൾറെഡി സ്ക്യൂസ് ചെയ്തല്ലോ, അപ്പോൾ ലെമണും എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെറുങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കുക. കണ്ടോ, ഇത് താഴെയുള്ള ഒരു നേരത്തെ വെച്ചതൊക്കെ എടുത്ത് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കുറച്ച് സമയം ഇത് അടച്ച് വെക്കണം. ഗ്യാസ് മേലെ വെച്ചിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തുറന്ന് അതിലേക്ക് നമ്മൾ മല്ലിയിലിട്ട് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പ്, കൊറിയൻഡർ ലീഫ്, അതിട്ട് കൊടുക്കുകയാണ്. കണ്ട, എനിക്ക് ഈ കൊറിയൻഡർ ലീഫ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളത് മൂടി വെച്ചിട്ട് തുറന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കൊറിയൻഡർ ലീഫ് എല്ലാത്തിനും പിടിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നന്നായിട്ടൊന്നല്ല, കുറച്ച് എല്ലായിടത്തും ചിക്കൻ എല്ലായിടത്തും ആകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേറെ പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഗീ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. കണ്ട, ആ ഗീയൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമില്ലേ. നമ്മൾ അതിലേക്ക് ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരി ഉണ്ടല്ലോ, കൈമ ഗോൾഡിൻ്റെ അരി കഴുകിയെടുത്തിട്ട് ഒന്ന് അതിലിട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു.
നല്ല രസത്തിൽ നല്ല ഇതാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എത്ര വെള്ളം അത്ര വെള്ളം ഒഴിച്ചെടുക്കാം. പിന്നെ ഒരു ലെമണും സ്ക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് അടിപൊളിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചോറിലേക്ക് ഇത് ഗരം മസാല ഇട്ട് കൊടുത്തു. ഇതിലാണ് നമ്മൾ ബിരിയാണി വെക്കുന്ന പോട്ട്, ബിരിയാണി പോട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തു, എന്താ പറയുക, കൊറിയൻഡർ ലീഫ്. അതൊന്ന് ജസ്റ്റ് മുകളിലിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് നെയ്യുണ്ടല്ലോ, ഗീ ഇതാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഷെയ്ക്കി ഉണ്ടല്ലേ. അത് ഞാൻ എടുക്കുന്നതോടെ ഭയങ്കര ഷെയ്ക്കായി പോയത്, സോറി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഫസ്റ്റ് ഇരുന്നിട്ടുണ്ട് സോറി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ഇതാണ്, ലാസ്റ്റത്തെ അരി, ലാസ്റ്റ് പോർഷനിലത്തെ അരിയാണ്. ഞാൻ ഇതിൽ ഗീ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, സോറി, പറ്റിപ്പോട്ടെ, ഞാൻ പൊട്ടത്തരായിട്ട് പറഞ്ഞതാണ്, സോറി ഗൈസ്, സോറി. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് റൈസ് ഇട്ട് കൊടുത്തിട്ട് റൈസ് ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ദമ്മിടുന്ന പ്രോസസ്സാണ്. നിങ്ങളെല്ലാവരും നോക്കൂ. നമ്മൾ എല്ലായിടത്തേക്കും ഒന്ന് റൈസ് സെറ്റാക്കി പരത്തി വെച്ചിട്ടുണ്ട്, കണ്ട. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്, കണ്ട. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി, കണ്ട. പിന്നെ അതിലേക്ക് നമ്മൾ കൊറിയൻഡർ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് എന്നൊക്കെ പറഞ്ഞു, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് ശരിക്കും ഗീ ഒഴിക്കേണ്ടത്, നേരത്തെ അല്ല കേട്ടോ, സോറി. ഇപ്പോൾ നമ്മൾ ഗീ ഒഴിച്ചെടുത്ത് കുറച്ച് 2 സ്പൂണോ കുറച്ച് മതി. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ദമ്പിട്ട ബിരിയാണി സെറ്റായിട്ടുണ്ട്. നല്ല മണം അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പ്ലേറ്റ് പോയി കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. എന്നിട്ടും അതൊക്കെ വിളമ്പി തന്ന് നമ്മൾ സലാഡ്, ചമ്മന്തി അതൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പം ഞാനാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഫ്ലേവേർഡ് ആയിരുന്നു. അത്ര എരിവൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചിക്കനൊക്കെ പൊട്ടിച്ച് തിന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട, ഫുള്ള് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കുക, ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. വേറെ സിമ്പിൾ ബിരിയാണിയാണ് നല്ല. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.